ഹായ് ഫ്രണ്ട്സ്, ഐ ആം സിദ്ധാർത്ഥ്. ഇത് നമ്മൾ പോകുന്നത് ഒരു തിരുപ്പതി ട്രിപ്പിനാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ട്രിപ്പ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളാണ്, വെല്ലൂർ. അതിനുശേഷം നമ്മൾ നേരെ തിരുപ്പതി, അതിനുശേഷം നമ്മൾ പത്മാവതി ടെമ്പിൾ, പിന്നെ കാളഹസ്തി. ഇതാണ് പ്ലാൻ. അങ്ങനെ രാവിലെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ രാത്രി പുറപ്പെട്ടതാണ്. ഇത് രാവിലെ ഒരു 8-8:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കയറിയ ടൈമാണ്. നല്ല ഇഡ്ഡലി, ചട്നി, വടയൊക്കെ കിട്ടി. സോ നമ്മളതൊക്കെ രാവിലെ അങ്ങോട്ട് കഴിച്ച് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി പിന്നെ നമ്മൾ പോവുകയാണ്. നല്ല യാത്രയുണ്ട്. ബാക്കിയുള്ള അമ്പലങ്ങളെ കൂട്ടല്ല, തിരുപ്പതിയിലെ ദർശന സമയം അൺപ്രഡിക്റ്റബിളാണ്. സോ നമ്മൾ പോയി നോക്കുവാണ്. നമ്മൾ പ്രീ ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരെ പോയി അവിടെ ചെന്നിട്ട് ഫ്രീ ദർശനം എടുത്ത് കയറാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടൈമൊക്കെ എങ്ങനെയാവും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗോൾഡൻ ടെമ്പിൾ, വെല്ലൂർ, അതായത് തമിഴ്നാട്ടിൽ കണ്ടിറങ്ങാം. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. നമ്മളവിടെ ചെന്ന് നേരെ പാസ്സൊക്കെ എടുത്ത്, അമ്മ എല്ലാവർക്കുമുള്ള പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. 17 പേരാണ് ഞങ്ങൾ ടോട്ടലുള്ളത്. പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി നേരെ തിരുപ്പതിക്ക് പോയി. കാരണം അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ തിരുപ്പതി എത്തി. നമ്മൾ അവിടുന്ന് ഫ്രീ എൻട്രിക്കുള്ള പരിപാടികളൊക്കെ നോക്കിയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഫ്രഷപ്പായി. അന്ന് വൈകിട്ട് തന്നെ, അതായത് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ഇറങ്ങി തൊഴുത് അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ യാത്രയുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് ആണ് ഇവിടെ എത്തിയത്. 5-5:30 മണി ആയതേ ഉള്ളൂ. ഇവിടുന്ന് എങ്ങനെയായാലും ഇപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരുപ്പതി തിരുമല വരെ ഒരു 25 കിലോമീറ്റേഴ്സ് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ജീപ്പൊക്കെ എടുത്ത് 2 ജീപ്പ് എടുത്ത് നമ്മൾ പോയി. കാരണം നമ്മൾ 17 പേരുണ്ട്. ഇവിടുന്ന് നമുക്ക് പാസ് എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കടത്തി വിടില്ല. ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കടത്തി വിടും. ഈ പാസ്സിൽ 40 മിനിറ്റിനുള്ളിൽ മാത്രമേ നമ്മൾ ഓടി അവിടെ എത്താൻ പാടുള്ളൂ, അതായത് തിരുമലയിൽ എത്താൻ പാടുള്ളൂ എന്ന് നിർദ്ദേശമുണ്ട്. അതിനുശേഷം ഞങ്ങൾ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് നേരെ മുകളിലേക്ക് പോയി. ഇത് പോകുന്ന വഴിയാണ്, ഇതൊരു വൺ വേ ആണ്. ഇതുപോലെ തന്നെ തിരിച്ച് വരാൻ നമുക്കൊരു വൺ വേ ഉണ്ട്. ഈ വൺ വേ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോട്ടൽ 20 കിലോമീറ്റർ ഉണ്ട്. അതായത് അങ്ങോട്ടും 20-25 കിലോമീറ്റർ, തിരിച്ചും അതുപോലെ തന്നെ വൺ വേ 20-25 കിലോമീറ്റർ ഉണ്ട്. ഇത് നമ്മൾ പോകുന്ന രാത്രിയാണ്. നമ്മൾ രാത്രി കയറി നാളെ പകല് ദർശനം കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. നമ്മുടെ കൂടെ വന്ന യാത്രികരാണ്, അവരൊക്കെ നല്ല ടയേർഡാണ് എല്ലാവരും. എങ്കിൽ പോലും ഇന്ന് രാത്രി തന്നെ പോകാൻ കാരണം കുറേ അധികം ഭക്തജനങ്ങൾ വന്നതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് ദർശനം കിട്ടി തിരിച്ച് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ അന്ന് രാത്രി തന്നെ എല്ലാവരും ജീപ്പിൽ മുകളിലേക്ക് പോയി. അങ്ങനെ മുകളിൽ ചെന്ന് നമ്മൾ നേരെ എൻട്രിയുടെ അവിടെ വന്ന് ക്യൂ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ്. ഇവിടെ നിന്ന് കയറി ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കുറേയധികം ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും രാത്രി തന്നെ പോയി നമ്മളെ കൂട്ട് തന്നെ ദർശനം കിട്ടി. എത്രയും നേരത്തെ വേഗം പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ചിലരൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് ദർശനം എടുത്ത് പോകുന്നവരുമുണ്ട്. ഇത് ആക്ച്വലി ഒരു കസേരകളി പോലെയാണ്. ക്യൂ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നീങ്ങി സ്റ്റോപ്പ് ആകുമ്പോൾ എല്ലാവരും സൈഡിൽ ഇരിക്കും. കാരണം അത്ര മണിക്കൂർ ആർക്കും നിൽക്കാൻ പറ്റില്ല. അതുപോലെ ദർശൻ ടൈം നമ്മൾ ഈ ടി വിയിൽ എഴുതി കാണിക്കും. നോർമൽ ഒരു എസ്റ്റിമേറ്റഡ് ദർശൻ ടൈം കാണിക്കും. ഞങ്ങൾ 24 ഹവേഴ്സാണ് കാണിച്ചത്. പിന്നെ അത് 18 മണിക്കൂറായി, പിന്നെ 16 മണിക്കൂറായി, വീണ്ടും അത് 24 മണിക്കൂറായി. അതൊക്കെ കാണുമ്പോൾ മനം അടുത്ത് തിരിച്ചു പോകരുത്. നമ്മൾ നേരെ തന്നെ പോയി നമ്മൾ ഭഗവാനെ കണ്ടിട്ട് വരാറുണ്ട്. കാരണം ഞങ്ങൾ എഴുതി കാണിച്ച ടൈമിനൊക്കെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടി. അതിനിടയിൽ നമുക്ക് പ്രസാദങ്ങൾ കൊണ്ടുതരും. ഇത് സാമ്പാർ സാധമാണ്. ഇതിടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടും. അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, അതുപോലെ തന്നെ ഇതുപോലെ ഉപ്പുമാവ്, പൊങ്കൽ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇടയ്ക്ക് കൊണ്ടുതരും. ചൂട് പാല്, ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് ദർശന ടൈമിൽ അവർ കൊണ്ടുതരും. ഇത് വെളിയിലുള്ള വ്യൂ ആണ്. ഗാർഡനൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല വൃത്തിയാണ് വെളിയിലൊക്കെ. ഇത് നമ്മുടെ കൗണ്ടർ പോയിൻ്റാണ്. ഇവിടെ ലഗേജ് സെൻ്ററാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ ലഗേജെല്ലാം കൊടുക്കണം. ഒരു 9:30 മണിക്കാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ള കാഴ്ചയാണിത്. നമ്മുടെ തിരുമല അമ്പലത്തിലൊരു സൈഡാണിത്. ഇവിടുന്ന് ഞങ്ങൾ ലഡു കാര്യങ്ങളെല്ലാം വാങ്ങി അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് അമ്പലത്തിൽ കുറച്ച് സൈഡുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങാൻ പ്ലാൻ ചെയ്തു. ഇതാണ് നമ്മുടെ കൂടെ വന്ന ചേച്ചിമാർ. കൂട്ടത്തിൽ എൻ്റെ മദറിലാണുള്ളത്. കൂടാതെ അവിടെ കൂടെ വന്ന ചേട്ടന്മാരും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. ടോട്ടൽ ഞങ്ങൾ 17 പേരുണ്ട്. വന്നപ്പോഴേ തൊടണം എന്ന് വിചാരിച്ച കുറി ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് തൊട്ടത്. കാരണം ഞങ്ങൾ നൈറ്റ് കയറിയോണ്ട് തന്നെ അതൊന്നും ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ തിരിച്ച് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല.
സോ തിരിച്ചു പോകുന്ന വഴി നമ്മൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ റോഡുകളും അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റി. അങ്ങനെ തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ തിരുപ്പതിയിലേക്കാണ് വരുന്നത്. അവിടുന്ന് ഞങ്ങൾ സ്റ്റേ എടുത്ത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ പത്മാവതി ടെമ്പിളിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി തിരിച്ചു വന്നു. അവിടെ തിരുപ്പതി തന്നെ ശ്രീ കപിലേശ്വര സ്വാമി വാരി ടെമ്പിളുണ്ട്. അവിടെയാണ് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ദർശനം. നമ്മുടെ തിരുമലയിൽ തന്നെയാണ് അമ്പലം. അവിടെ തന്നെ ചോക്ലേറ്റ് ഫൗണ്ടനൊക്കെ കണ്ടു വെളിയിൽ. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇതാണ് ബാക്ക് സൈഡ്. ഫുള്ള് ഒരു വലിയ മലയാണ്. ഇതിന് നടുക്കൂടൊരു വെള്ളച്ചാട്ടം ഉള്ളതാണ്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അത് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഈ വരണ്ട സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആർട്ടിഫിഷ്യൽ പോണ്ടാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കുളവുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി കാല് നനയ്ക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഉണ്ട്. കൂടാതെ നല്ല ലൈറ്റ് വർക്ക്സൊക്കെ ഇത് വൈകിട്ട് കാണാൻ പറ്റും. പിന്നെ വെളിയിറങ്ങി നാളെ പോകേണ്ടാകുമ്പോഴത്തേക്കുള്ള പൂവുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കൂടെയുള്ള ചേച്ചിമാർ വാങ്ങുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേയധികം വെറൈറ്റി പൂവുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അവർക്ക് ആവശ്യമുള്ള അത്ര മുഴം പൂവൊക്കെ വാങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് റെസ്റ്റൊക്കെ എടുത്ത് നേരെ പത്മാവതി ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ റൂട്ട്. ആന്ധ്രാപ്രദേശാണ്. ഇവിടുന്ന് നേരെ നമ്മൾ പത്മാവതി ടെമ്പിൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണിത്. അതുപോലെ തന്നെ നല്ലൊരു പോണ്ട്, എല്ലായിടത്തും കുളമുണ്ട് ഇവരുടെ അമ്പലങ്ങളിൽ. പിന്നെ നടുക്ക് നല്ലൊരു ഗോപുരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ല ഒരു നയന മനോഹരമായ കാഴ്ചയാണ്. കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം സൈഡിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരു പടി മുന്നിൽ ബാക്കിയുള്ള ഷെഡിനേക്കാൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നല്ല ഭംഗിയുള്ള ആലുകളും കാര്യങ്ങളും. പിന്നെ അവിടെ തൊഴുതിറങ്ങി നേരെ കാളഹസ്തിയിലേക്കാണ് വന്നത്. പത്മാവതി ടെമ്പിളിൽ ഫോൺ വാങ്ങി വെക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാളഹസ്തിയും അതുപോലെ തന്നെയാണ്. കാളഹസ്തിയുടെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇതാണ് അമ്പലത്തോട്ട് പോകുന്ന വഴി. സോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് മുകളിൽ ചെന്ന് ഫോണ് നമ്മുടെ ലഗേജസ് എല്ലാം കൊടുത്തിട്ട് വേണം നമ്മളകത്ത് കയറാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് കാളഹസ്തി ടെമ്പിൾ. അതായത് തിരുപ്പതി, അതുപോലെ തന്നെ പത്മാവതി ടെമ്പിൾ, അതുപോലെ തന്നെ ഈ കാളഹസ്തിയും കൂടെ ദർശനം ചെയ്താലേ നമ്മുടെ യാത്ര പൂർണ്ണമാവൂ എന്നാണ് പറയാറ്. സോ നമ്മുടെ ലാസ്റ്റ് ദർശനം ഇവിടെയാണ്. സോ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് പറ്റുന്ന പോലെ, കാരണം അതുകൊണ്ട് ഫോൺ കയറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ നിന്ന് ഫോട്ടോസോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്നു നേരെ അമ്പലത്തിൻ്റെ അകത്ത് കയറി ചെരുപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തു. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഒന്നിനും അവർ ചാർജ് ചെയ്യുന്നില്ല. അതുതന്നെ ഒരു വലിയ ഹൈലൈറ്റാണ്. നമ്മുടെ ചെരുപ്പ്, ഫോണ്, ബാഗ് ഇതൊന്നിനും തന്നെ അവർ ചാർജ് ചെയ്യുന്നില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ അകത്ത് കയറി. അവിടെയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടപ്പന്തലിൽ നടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. അത് കൊടുത്ത് നമ്മൾ റെസിപ്റ്റ് വാങ്ങിയാൽ മതി. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഫോൺ തിരിച്ച് വാങ്ങാം. അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് കോപ്പറിൻ്റെ ഒരു വള ഞാൻ അവിടെ നിന്ന് കസ്റ്റം ചെയ്യിച്ചു. അവരത് നമ്മുടെ കൈയുടെ അളവ് വെച്ചിട്ട് അവർ ചെയ്തു തരുന്നതാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പ്യുവർ കോപ്പറാണ്. നാട്ടിലേക്കൊക്കെ അവർ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ ഇതിൽ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവർ ഇത് കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അവരത് ചെയ്തു തരുന്നത്. പല ഡിസൈൻസിലുള്ള ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ എടുത്തു. കൂടാതെ വേറെ ഡിസൈൻസും ഉണ്ട്. ഇതാണ് അവരുടെ ഓരോ ബാറുകൾ. ഇതെല്ലാം കോപ്പർ ബാറുകളാണ്. നമ്മുടെ ആവശ്യാനുസരണം അവർ സെറ്റ് ചെയ്ത് തരുന്നത്. ഇത് ജ്യൂസ് ഷോപ്പാണ് അവിടുത്തെ. ഇവിടെ ഷമാമിനൊക്കെ 40 രൂപ 30 രൂപയൊക്കെ ഉള്ളു ജ്യൂസിന്. കൂടാതെ അവിടെ ഞങ്ങൾ മട്ടൻ ട്രൈ ചെയ്തു. മട്ടൻ സൂപ്പും അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിയൊക്കെ നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ നോമ്പൊക്കെ മുറിച്ച് പതുക്കെ അവിടുന്ന് തിരിച്ച് പുറപ്പെട്ടു. തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം രാവിലെ 7 മണി 8 മണിയായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു. എന്തായാലും ഈ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ തന്നെ പോവുക. അധികം പ്ലാൻഡായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. നിങ്ങൾ പോകുമ്പോൾ അൺപ്ലാൻഡായിട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്ലാൻഡായിട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.